നമസ്കാരം. ഞാനിങ്ങനെ ബൈക്കിലൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. നീണ്ടൂരിന് സമീപം എത്തിയപ്പോൾ വാഹനം ഒരു ചെറിയ കംപ്ലയിൻറ്റ് കാണിക്കുന്നു. അപ്പോൾ എന്താ മോനെ ദിനേശ, വണ്ടി എന്നെ ചതിച്ചോ എന്നൊക്കെയുള്ള ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് ഗൂഗിളൊക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തു. അത്യാവശ്യം പെട്ടെന്ന് ഇത് എവിടെയാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഏതാണ്ട് 3.9 അടുത്തുള്ള നമ്മുടെ ഓട്ടോ വേൾഡ് അവിടെ അത്യാവശ്യം നല്ല സർവീസിംഗ് ആണ്. അതേപോലെ തന്നെ ടൂ വീലറിൻ്റെ ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ലൈവ് ടി വി കേരളയുടെ എൻ്റയർ മീഡിയ ടീമിനൊപ്പം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒപ്പം എൻ്റെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ വേണം. അപ്പം വെൽക്കം ടു ഓട്ടോ വേൾഡ്. കമാ. നീണ്ടൂർ ഓട്ടോ വേൾഡിൻ്റെ പ്രിയപ്പെട്ട MD, അതിൻ്റെ പ്രൊപ്പറേറ്റർ രതീഷ് ഏട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരമുണ്ട്. നമസ്കാരം. ഞാനൊരു യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയാണ്. വണ്ടി ചെറിയൊരു മിസ്സിങ് ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞേക്കണം കേട്ടോ. റെഡിയാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് സർവീസാണ് നമുക്കിവിടെ ടൂ വീലറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണുള്ളത്? നമ്മൾ ടൂ വീലറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സർവീസും ഇവിടെ ചെയ്യുന്നുണ്ട്. വാട്ടർ വാഷിങ്, ജനറൽ ചെക്കപ്പ്, പോളിഷിങ്, ടഫ്ലോൺ പെയിൻറ്റിങ്, എല്ലാവർക്കും ടയർ ചേഞ്ചിങ്, അങ്ങനെ വേണ്ട ടൂ വീലറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ശരി. ചെറിയ ഈ സംഭവമൊക്കെ കാണുന്നത് അതൊക്കെ എന്താണ്? അത് റാമ്പിൽ ഒരു മെക്കാനിക്ക് വർക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റഡി ആയിട്ടൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി റാമ്പിൽ വെച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ സമയം വർക്ക് ചെയ്യാനും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അത് ശരി. നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാളും കംഫോർട്ടായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഏതാണ്ട് 4 അടുക്കുന്നു. അതെ അതെ. അതെങ്ങനെ നേടാൻ സാധിച്ചു? നമ്മൾ ഇത് നിരന്തരമായിട്ട് ഒരു പരിശ്രമത്തിലൂടെയാണ്. ഇപ്പോൾ ഒരു 20 വർഷമാകുന്നു വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട്. അതോടനുബന്ധിച്ച് നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നന്നായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ തൊട്ട് ഒരു 1.5 കിലോമീറ്റർ അപ്പുറമാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ ആളുകളുടെ സ്റ്റാഫിൻ്റെ പേരാണ് പറഞ്ഞത്. മനസ്സിലായില്ല, അവർ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന കില്ലാടികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമുക്കത് ബൈക്കിൽ ഇങ്ങനെ കാണാം. അടിപൊളിയായിട്ട് അവർ മിടുക്കന്മാരായിട്ട് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവരുടെ ഈ സമീപനം കസ്റ്റമേഴ്സിനുള്ള താങ്കൾ പറഞ്ഞു കൊടുത്താണ്? ഇവർ നന്നായിട്ട് നന്നായിട്ട് തന്നെ എല്ലാവരോടും ബിഹേവ് ചെയ്യാറുണ്ട്. ഞാനിവിടെ ഇല്ലേ തന്നെ അവർ തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. വണ്ടി വരുമ്പോഴേ അവരുടെ സ്ഥാപനം പോലെ അല്ലേ? അവരുടെ സ്വന്തം സ്ഥാപനം പോലെ അവർ വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ തൊട്ടടുത്തൊക്കെ ബ്രേക്ക് ഡൗൺ വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി അവരെ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. ശരി. അങ്ങനെയുള്ള സർവീസ് ഉണ്ടായിരുന്നല്ലേ? അതറിയത് ഞാൻ വിളിച്ചാണ് കേട്ടോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതേപോലെ എൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ടയർ എല്ലാ കമ്പനിയുടെ ഉണ്ടോ? എല്ലാ കമ്പനിയുടെ ഉണ്ട്. MRF, TVS, സിയറ്റ് എല്ലാത്തിനും ടയറുണ്ട്. അപ്പോളോയുടെ ടയറുണ്ട്. എല്ലാ ടയർ ചേഞ്ചിങ് മെഷീനൊക്കെ ഉണ്ട് ഇവിടെ. ഈ ടെഫ്ലോൺ കോട്ടിങ് സംവിധാനം അതെന്താ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചെറിയ സ്ക്രാച്ചുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അത് നമ്മൾ വാഷ് ചെയ്തിട്ട് വണ്ടി പോളിഷ് ചെയ്യും. അതിൻ്റെ ഒരു ടഫ്ലോൺ എന്ന് പറയുന്ന ഒരു കോട്ടിങ് കൂടെ ആഡ് ചെയ്യും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. വാഹന സംബന്ധമായ ഇൻഷുറൻസ് സംവിധാനങ്ങൾ അതുപോലുള്ള അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടോ? ഇൻഷുറൻസ് ക്ലെയിം എല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ആക്സിഡൻറ്റ് ക്ലെയിം ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ടൂ വീലറുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരി. അതുപോലെ തന്നെ നമുക്ക് ബുള്ളറ്റിൻ്റെ സർവീസിങ് ബുള്ളറ്റും ഉണ്ട്. കൂടുതലായിട്ട് എന്തൊക്കെ വാഹനം ഇത് ടൂ വീലറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്? നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി നമ്മളിപ്പോൾ ബുള്ളറ്റൊക്കെ ആണെങ്കിൽ ഫുൾ സർവീസിൽ ചെയിൻ ലൂബ് ചെയ്യാറുണ്ട്. ചെയിൻ വാഷ് ചെയ്തിട്ട് അത് ലൂബ് ചെയ്യും. പിന്നെ സർവീസ് പീരിയോഡിക് ആയിട്ടുള്ള എല്ലാ സർവീസുകളും ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ പുതിയ BS6 വണ്ടികൾക്ക് അതിൻ്റെ സ്കാനർ വെച്ച് ഫുള്ള് സ്കാൻ ചെയ്ത്
അതിൻ്റെ എററെല്ലാം മാറ്റി കറക്റ്റായിട്ട് കൊടുക്കും. എല്ലാ വണ്ടിയുടെയും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചിലപ്പോൾ എൻ്റെ വണ്ടിക്ക് ഒന്ന് മാറേണ്ടി വരും, ഉണ്ടാവില്ലല്ലേ? ഉണ്ട്. എല്ലാം നമ്മളെ ഏറ്റവും കൂടിയ ബ്രാൻഡ് മോട്ടോള്, വീഡോള്, മാക്ക് എല്ലാത്തിൻ്റെയും നല്ല ഓയിലുകളുണ്ട് ഇവിടെ. അപ്പോൾ എത്ര വർഷമായി സാധനം ശരിക്കും? നമ്മളിപ്പോൾ ഒരു 20 വർഷമാകാൻ പോകുന്നു സാധനം തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ? നമ്മളിത് കുറച്ചും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു സേവനം നമ്മളിവിടെ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയാണ്? നമ്മൾ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം. 8:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 7 മണി വരെ ഉണ്ടാവും. അതേപോലെ താങ്കളുടെ സേവനം ആവശ്യമുള്ളവർ എങ്ങനെയാണ് ഇപ്പോൾ എന്നെ പോലുള്ളവർ ഞാൻ ഗൂഗിൾ നോക്കിയാണ് ഞാൻ സെർച്ച് ചെയ്തത്. വളരെ വേഗം എങ്ങനെ നമുക്കൊന്ന് താങ്കളെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും? കോൺടാക്ട് നമ്പർ നമ്മൾ ഈ ടാങ്ക് ഓവർ സീറ്റ് ഓവർ മാറുന്ന വണ്ടികളിലെല്ലാം നമ്മുടെ നമ്പർ ഉണ്ട് ഓട്ടോമാറ്റിക്. അല്ലെ നമ്മൾ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ താഴെ ഇങ്ങനെ കൊടുക്കും, നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഓട്ടോ വേൾഡിൽ വന്നപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്രീ സോണിൽ നിന്നപ്പോഴേ നമ്മുടെ ഒരു ന്യൂജൻ പയ്യനെ കൊണ്ടു. പേരെന്താണ്? ലാൽബിൻ. എന്ത് വണ്ടിയാണ് നന്നാക്കാൻ വേണ്ടി വന്നത്? എൻ്റെ റോയൽ എൻഫീൽഡ് 100. എന്ത് പറ്റി? എന്താണ് കംപ്ലൈൻറ്റ്? അതിനൊരു ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ശരിക്കും ഇവിടെ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഓട്ടോ വേൾഡിനെ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു? നല്ല സർവീസിങ്, പിന്നെ പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് കിട്ടും. ആണല്ലേ? സ്റ്റാഫൊക്കെ ആണെങ്കിൽ നല്ല സമീപനമൊക്കെ. അതെ അതെ, എല്ലാം ഓക്കെയാണോ? എല്ലാം ഓക്കെ. ഹാപ്പിയാണോ? ഓക്കെ. അപ്പോൾ ഞാൻ ഓട്ടോ വേൾഡിൻ്റെ ഓഫീസിലാണ്. വണ്ടിയെല്ലാം റെഡിയായി കഴിഞ്ഞു. 1-2 കാര്യങ്ങളൂടെ നമുക്ക് ചെയ്യാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വാമഭാഗമാണ്, ഒന്ന് പരിചയപ്പെടുത്തിക്ക്. എൻ്റെ വൈഫാണ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അദ്ദേഹമാണ്. ആ ശരി. ആക്സിഡന്റ് ക്ലെയിം, ബില്ലിങ് എല്ലാ സെക്ഷനും നോക്കുന്നത്, അക്കൗണ്ട് സെക്ഷൻ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെ അതെ. റിന്യൂവലിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങി. എന്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെയാണ് ആൾക്കാരെ ഓർപ്പിക്കാറുണ്ട്, വിളിച്ചൊക്കെ ചോദിക്കാറുണ്ടോ? റിന്യൂവല് ഇവിടെ കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എസ്റ്റിമേറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ സർവേർ വന്ന് നോക്കിയതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക്. ആക്സിഡന്റ് ക്ലെയിം ഒക്കെ ഒരുപാട് ബൈക്ക് ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളത് പറയുകയും ചെയ്തു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്? അതിനൊക്കെ എന്തൊക്കെ പ്രൊസീജിയറാണുള്ളത് പ്രധാനമായിട്ടും? പ്രൊസീജിയർ അവർ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്ത് കൊടുക്കും. അതായത് എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കും, പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും ഉടനെ തന്നെ. ശരി. അപ്പോൾ എന്തായാലും ടൂ വീലറിൻ്റെ സർവീസിങ് മാത്രമല്ല ബാക്കി പേപ്പർ കാര്യങ്ങളും ബാക്കി സൈഡും എല്ലാം ചെയ്തു തരാൻ ശരിക്കും ബൈക്കുകളുടെ ഒരു ലോകം തന്നെയാണ് ഓട്ടോ വേൾഡ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, എന്ത് ഏരിയയാണ് ഇവിടെ? ഇവിടെ നമ്മുടെ സർവീസിങ് ഏരിയയാണ്. വണ്ടി വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വണ്ടി സർവീസ് ചെയ്യുന്ന ഏരിയയാണ്, റാമ്പാണ് ഇത്. ഇതിവിടെ എഞ്ചിൻ അഴിച്ചു വെച്ചിരിക്കുന്നതാണിത്. ശരി. എഞ്ചിൻ ഓവറോളിന് വേണ്ടി അഴിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ എല്ലാം വണ്ടികൾ സർവീസ് ചെയ്യുന്ന ഏരിയയാണ്. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്താണ് അതിന് വാഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ശരി. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഓട്ടോ വേൾഡിൻ്റെ വാഷ് ഏരിയ അല്ലേ? അതെ അതെ. അപ്പോൾ ഇത് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ എങ്ങനെയാണല്ലോ വാഷിംഗ്? അതിൻ്റെ പ്രത്യേകത സാറിൻ്റെ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടു. അടുത്ത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ ഫുൾ വാഷിംഗ് ഉണ്ട്, ബോഡി വാഷിംഗ് ഉണ്ട്. പിന്നെ ഇതിന് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഫോമാണ് ഉപയോഗിക്കുന്നത് വാഷിങ്ങിന് വേണ്ടി. നമ്മൾ ഫുൾ 3 വണ്ടി വെച്ച് വാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി ഒരു 10-20. എത്ര സമയം എടുക്കും ഏകദേശം? അരമണിക്കൂർ കൊണ്ട് വാഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അരമണിക്കൂറിൽ പോവാം. വളരെ വേഗമാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം. വെറുതെ പറഞ്ഞതല്ല, അനുഭവം സാക്ഷി. അപ്പോൾ ഇവിടെ നമ്മൾ വാഷിംഗ് തുടങ്ങി നമ്മുടെ വണ്ടി അല്ലേ? വാഷിംഗ്. ശരി. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടാണ് കേട്ടോ, നല്ല ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഇതാ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓട്ടോ വേൾഡ് എന്ന് പറയുന്നത് ശരിക്കും ബൈക്കുകളുടെ ഒരു ലോകം തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ സൂപ്പർ ബൈക്കുകൾ, അതേപോലെ തന്നെ സ്കൂട്ടറുകൾ, ബുള്ളറ്റുകൾ, ആക്റ്റീവ എല്ലാം ഉണ്ട്. മറ്റേ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്? നമ്മൾ എല്ലാ വണ്ടികളും ടൂ വീലറിലും എല്ലാം തന്നെ ഓൾമോസ്റ്റ് സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടിയ ഡ്യൂക്ക്, ബുള്ളറ്റിൻ്റെ പുതിയത്, 100 അങ്ങനെയുള്ള എല്ലാ വണ്ടികളുടെയും ന്യൂജൻ സ്റ്റൈലൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അതേപോലെ ഒരു ടൂ വീലർ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ ഇത്രയും വർഷത്തെ പരിചയമുള്ള ഒരാളല്ലേ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളത് കറക്റ്റായിട്ട് പീരിയോഡിക്കൽ സർവീസ് ചെയ്യണം. പിന്നെ ഇടയ്ക്ക് വാട്ടർ വാഷ് ചെയ്യണം, ചെയിൻ ടൈറ്റ് ചെയ്തു സർവീസിലെല്ലാം വരും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും എയർ ചെക്ക് ചെയ്യണം നിർബന്ധമായിട്ട്. എയർ ചെക്ക് ചെയ്ത് വേണം വണ്ടി ഓടിക്കാൻ. ശരി. അത് ഒരു മാസത്തെ ചൂട് കൂടുതലുള്ള സമയമാണ് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും എയർ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എയർ കുറഞ്ഞു കഴിഞ്ഞാൽ പാളി പോകാനുള്ള സാധ്യത കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ടൂ വീലർ രംഗത്തെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അറിയപ്പെടുന്ന ഒരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ഇപ്പം ടൂ വീലർ അപകടങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച്? ചില ആൾക്കാർ ഈ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ടയർ ചെക്ക് ചെയ്യത്തില്ല, അത് ഓടി മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെന്നി സ്ലിപ്പായി വീഴാനുള്ള സാധ്യത ഉണ്ട്. ബ്രേക്ക് കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ സ്ലിപ്പാകാനുള്ള, റോഡിൽ സ്ലിപ്പായി വീഴാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഈ ടയർ നോക്കണം, ടയർ പ്രഷർ നോക്കണം, ടയർ കറക്റ്റ് ആണോ ഇല്ലയോ, അമിത വേഗതയിൽ പോകരുത്, ഒരു മീഡിയം സ്പീഡിൽ കൂടുതൽ ഓടിക്കുക, ഹെൽമെറ്റ് ഉപയോഗിക്കണം. അതെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഓട്ടോ വേൾഡ് എത്തുവാൻ ലോകമെമ്പാടും വേൾഡ് വൈഡായി അറിയപ്പെടുന്ന എല്ലാവിധ ആശംസകളും നേരുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ടൂ വീലറുമായി സംബന്ധിച്ച എന്ത് വർക്കുകൾക്കും വേറെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത്. എല്ലാ പ്രിയപ്പെട്ടവരും ഓട്ടോമൊബൈലിൻ്റെ സേവനം ആവശ്യമായി വരും. അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ലൈവ് TV കേരളയുടെ എൻ്റെയർ മീഡിയ ടീമിനൊപ്പം റജോയ് പറവൂരിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.